നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ജൂൺ മാസം 22 ശനിയാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയരുന്ന ഒരു പരാതിയാണ് അളവിൽ വെട്ടിപ്പ് നടത്തുന്നു എന്നത്. ചില റേഷൻ വ്യാപാരികളെങ്കിലും അളവിൽ ചില കൃത്രിമം കാട്ടാറുണ്ടെന്ന പരാതികൾ ഉയരാറുണ്ട്. ഇപ്പോഴിതാ ഇനി മുതൽ റേഷൻ കടകളിൽ അളവിലും തൂക്കത്തിലും ഒന്നും വെട്ടിപ്പ് നടത്താനാകില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളെ ഈ ത്രാസുമായി ബന്ധിപ്പിക്കാനാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നീക്കം. 33.50 കോടിയുടെ പദ്ധതിയാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പാക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തേക്ക് 10 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതോടെ റേഷൻ കടയുടമ തൂക്കത്തിൽ കൃത്രിമം കാട്ടിയാലും എത്ര അളവിലാണ് ഉപഭോക്താവിന് സാധനം ലഭിക്കുന്നത് അതിൻ്റെ പണം മാത്രം നൽകിയാൽ മതിയാകും. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമാണ് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളെ ഈ ത്രാസുമായി ബന്ധിപ്പിക്കുന്നത്. ഈ ക്രമീകരണം വരുന്നതോടെ തൂക്കി നൽകുന്ന ഭക്ഷ്യവസ്തുവിൻ്റെ അളവിൻ്റെ ബിൽ മാത്രമേ പ്രിന്റ് ചെയ്തു വരൂ. ഉപഭോക്താവിന് അനുവദിച്ചിട്ടുള്ള അളവ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. 15,000 റേഷൻ കടകളാണ് സംസ്ഥാനത്തുള്ളത്. നിലവിൽ ഇ പോസ് യന്ത്രത്തിൽ ഗുണഭോക്താവ് വിരൽ പതിപ്പിച്ചാലും തൂക്കത്തിൽ കൃത്രിമം കാണിക്കാനാകുമെന്നാണ് റേഷനിംഗ് വിജിലൻസ് പറയുന്നത്. ഈ ത്രാസുമായി ഇ പോസ് വയർ മുഖേനയോ ബ്ലൂടൂത്ത് വഴിയോ ബന്ധിപ്പിക്കും. എല്ലാ താലൂക്കിലും 5 വർഷത്തേക്ക് കോൾ സെന്ററുകളും ഉണ്ടാകും. കടകളിലെ പ്രശ്നങ്ങൾ അപ്പപ്പോൾ പരിഹരിക്കാനാണിത്. റേഷൻ വിതരണ ചുമതലയുള്ള സപ്ലൈകോ കടകളിലേക്ക് എത്തിക്കുന്ന ചരക്ക് തൂക്കി സ്വീകരിക്കാൻ ഈ ഒരു സംവിധാനം പ്രയോജനപ്പെടുത്തുമോ എന്നതിൽ വകുപ്പ് വ്യക്തത വരുത്തിയിട്ടില്ല. FCI ഗോഡൌണിൽ നിന്ന് 200 ചാക്ക് ധാന്യമാണ് തൂക്കിവിടുന്നത്. ഇതിൽ ചാക്കിന്റെ തൂക്കം ക്രമീകരിക്കാൻ വേണ്ട അധിക ധാന്യം വേറെ ചാക്കുകളിൽ വയ്ക്കും. ഈ ലോഡ് ഭക്ഷ്യസുരക്ഷാ ഗോഡൌണിൽ എത്തിച്ച് റേഷൻ കടകളിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊഴിഞ്ഞും മറ്റും നഷ്ടമാകുന്ന ധാന്യത്തിന്റെ തൂക്കക്കുറവ് പരിഹരിക്കാൻ വേണ്ട അധിക വിഹിതം ഉണ്ടാവാറില്ലെന്ന് വ്യാപാരികൾ പരാതി പറയാറുണ്ട്. അതേസമയം ഇ പോസ് യന്ത്രങ്ങളെ ഈ ത്രാസുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ റേഷൻ വ്യാപാരികൾ ആശങ്ക ഉയർത്തുന്നുണ്ട്. പുതിയ ക്രമീകരണം സംബന്ധിച്ച് വ്യാപാരികളുമായി ആലോചിച്ചിട്ടില്ല എന്നാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺസൺ വിളവിനാൽ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾ ഈ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ടോൾ നൽകുന്ന യാത്രക്കാർക്ക് സുഗമമായ റോഡ് യാത്ര ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. തൃശൂർ എറണാകുളം ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന്റെ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതി പരാമർശം. യാത്രാ സൗകര്യം നൽകാൻ കഴിയില്ലെങ്കിൽ ടോൾ പിരിക്കാനും പാടില്ലെന്നാണ് കോടതി വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ടോൾ പിരിവ് നിർത്താൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ. ശനിയാഴ്ച മുതൽ തന്നെ മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. റേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതായും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സംസ്ഥാനത്തിലുള്ള മണ്ണെണ്ണയിൽ കേന്ദ്രം കുറവ് വരുത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപയാണ്. 5,676 കിലോ ലിറ്റർ മണ്ണെണ്ണ ഈ വർഷത്തെ ആദ്യ പാദത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും AY കാർഡുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. മറ്റു കാർഡുകാർക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ നൽകുന്നത്. മണ്ണെണ്ണ വിഹിതത്തിലെ കുറവ് മൂലം മൊത്ത വ്യാപാര ഡിപ്പോകൾ പലതും ഒരു വർഷത്തിലധികമായി പ്രവർത്തനരഹിതമായിരുന്നു. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.